സോ ഹേ ഫോക്സ്, ഹൗസ് യു ആൾ ഡൂയിങ്? സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ റിവ്യൂ വീഡിയോ ആണ്. ഞാൻ റീസെൻ്റ്ലി ഞാനൊരു പി എം സെഷനിൽ ഒരു ട്രേഡ് എടുത്തായിരുന്നു. സോ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. സോ ഹൗ ഡിഡ് ഐ ടുക്ക് ഇറ്റ് ആൻഡ് വാട്ട് വാസ് മൈ ലോജിക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ എൻ്റെ അതായത് ഡ്രോൺ ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ നീഡ് ടു സീ ദിസ് ഗ്യാപ്പ്, അതായത് ഒരു RTH ഗ്യാപ്പ്. ഓക്കെ, വെൻ വി ടോഗിൾ ദിസ് വി ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ഗ്യാപ്പ്. ലൈക്ക് ഇതൊരു ഇന്നഫിഷ്യൻസിയാണ്, മാർക്കറ്റിൽ ഇതൊരു ഇന്നഫിഷ്യൻസിയാണ്. അതായത് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ബാലൻസ് ചെയ്തിട്ടില്ല. സോ വെനോ വി സീ സം സോർട്ട് ഓഫ് പുൾ ബാക്ക്, ലൈക്ക് വി ആർ ബ്രേക്കിംഗ് ദ സ്ട്രക്ചർ ഡൗൺ സൈഡ്, വി കുഡ് സീ ലൈക്ക് ഈ ഒരു ഏരിയാസിനെ, അതായത് ഈ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഡെലിവർ ചെയ്യണം. സോ ദാറ്റ് വാസ് മൈ ഡ്രോൺ ലിക്വിഡിറ്റി, ഓക്കെ, ഫോർ ദ വീക്ക്. ഓക്കെ, സോ സോ ഈ ഒരു ഡോൾ ഞാൻ മുന്നേ ഗ്രൂപ്പിൽ അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മാർക്കറ്റ് ഷുഡ് ഡെലിവർ ഇൻ ടു ദിസ് ഡോൾ ആൻഡ് ദാറ്റ് വാസ് മൈ ലോജിക് ഫോർ ദ ട്രേഡ്. ഓക്കെ, സോ ഓൺ ദ ഡെയിലി ടൈം ഫ്രെയിം ഞാൻ നോക്കിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ, ഓക്കെ, ഡെയിലി ഓർഡർ ബ്ലോക്ക്, ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ് പ്രൈസ് ഈ ഒരു ഏരിയനെ ഒന്ന് IOFD തന്നിട്ട് പ്രൈസ് ഷുഡ് ഡെലിവർ ഇൻ ടു ദീസ് ലെവൽ. ബട്ട് ഈ ഒരു ഗ്യാപ്പ് എന്തായിട്ടാണ്, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട്, അതായത് പ്രൈസ് ഏകദേശം ഈ ഒരു ക്വാഡ്രൻസിന് ഒന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഈ ഒരു വിക്കിൻ്റെ, ഒരു പ്രീമിയം വിക്കിൻ്റെ ക്വാഡ്രൻസിന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയൻ്റെ ഒരു മിഡ് പോയിൻ്റ് ആൻഡ് ലോവർ പോർഷൻ ആയിട്ടാണ് പ്രൈസ് റിജക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയനെ ബാലൻസ് ചെയ്യാൻ പോയിട്ടുള്ളത്. ഈ ഒരു ഗ്യാപ്പ് എന്തായിട്ടാണ്, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ടാണ് ആൻറ്റിസിപ്പേറ്റ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഓൺ ഗോയിങ് ടു ദ 4 hour, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 4 hourൽ എത്രത്തോളം ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ പ്രൈസ് റെസ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത് ഈ ഒരു ഏരിയകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇറ്റ് ഷോസ് ദ ബിയറിഷ്നെസ് ടു ഡെലിവർ ഇൻ ടു ദീസ് ഇൻഎഫിഷ്യൻസി ആൻഡ് ടേക്കിംഗ് ഔട്ട് ദി സെൽ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, സോ ഈ ഒരു ഓഗസ്റ്റ് 6 ലോനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സോ ദർ ഈസ് എ ലൈക്ക് അവിടെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാണ്ട്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട്, ഓക്കെ, സോ നമുക്ക് ഇന്നത്തേക്കുള്ള ഡോളായി, ഓക്കെ, ഡ്രോൺ ലിക്വിഡിറ്റി ആയി, വി ഹാവ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഹിയർ ടു, ആൻഡ് ദ പ്രൈസ് ഹാവ് റിജക്റ്റഡ് ഫ്രം ദ പ്രീവിയസ് ഡേയ്സ് വിക്കിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെൻറ്റ് ലെവൽ. ഓക്കെ, സോ ഓൺ ഗോയിങ് ടു ദ 1 hour, സോ ഈ ഏരിയകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക, ലൈക്ക് ഈ ഒരു ഏരിയയും അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ. സോ ലണ്ടനിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടനിൽ ഏഷ്യയുടെ ഹൈ എടുത്ത്, ഓക്കെ, ജസ്റ്റ് മാർക്കിംഗ് ഔട്ട് ആ ഒരു ലണ്ടനിൽ ഏഷ്യയുടെ ഹൈ എടുത്ത് ഒരു ടേർട്ടിൽ സൂപ്പ് തന്ന്, എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ഷിഫ്റ്റ് തന്ന്, ഓക്കെ, ഷിഫ്റ്റ് ഇൻ സ്ട്രക്ചർ. എന്നിട്ട് ഇവിടെ ഒരു ഇൻവേർഷൻ ഉണ്ടായിരുന്നു. ആ ഇൻവേർഷനിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്ത്, ആ ഒരു ഇൻവേർഷൻ്റെ ലോവർ പോർഷനിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്ത്, റിജക്റ്റ് ചെയ്ത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ CB ഓൾസോ. ഓക്കെ, സോ ഇത് ബേസിക്കായിട്ട് ഓർഡർ ഫ്ലോ റീഡ് ചെയ്ത് പോവാണ്, എങ്ങനെയാണ് ആ ഒരു ട്രേഡ് ലോജിക്കിലോട്ട് എത്തിയെന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ ഓർഡർ ഫ്ലോ ഓൾ ഓവർ ബിയറിഷ് ആണ്. നമുക്ക് ബൈ സൈഡ് എടുത്തു, നമുക്ക് ഷിഫ്റ്റ് തന്നു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു, ഇൻവേർഷൻ്റെ ലോവർ പോർഷനിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തു. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താണ്, ഈ ഒരു ലോ എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോവും കൂടി എന്താണ്, സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്, ഓഗസ്റ്റ് 6 ലോ. ഓക്കെ, സോ ഓൺ ഗോയിങ് ടു ദ ലോവർ ടൈം ഫ്രെയിം 50 minutesലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലണ്ടനിൽ ഡ്രോപ്പ് തന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ ന്യൂയോർക്ക് പ്രീ മാർക്കറ്റിൽ തന്നു. സോ ഈ ഒരു ഷോർട്ടാണ് ബേസിക്കലി ഞാൻ എടുത്തിട്ടുള്ളത്, നോട്ട് ഓൺ ദ MNQ. ഞാൻ ആക്ച്വലി YM-ലാണ് ഈ ഒരു ഷോർട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, YM-ലാണ് ഈ ഒരു പെർട്ടിക്കുലർ ഷോർട്ട് എടുത്തിട്ടുള്ളത്, കാരണം എനിക്ക് ഇച്ചിരി കൂടി വാലിഡ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് YM-ലാണ് കിട്ടിയത്. സോ പ്രീ മാർക്കറ്റ് ഷോർട്ട് ഒബ്വിയസ്ലി ഞാൻ ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പ്രീ മാർക്കറ്റിൽ നടന്നു, ഈ ഒരു ലണ്ടൻ്റെ കണ്ടിന്യൂഷൻ പ്രീ മാർക്കറ്റിൽ നടന്നു. ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇംബാലൻസിൽ മാർക്കറ്റ് പോയി, വിച്ച് മീൻസ് ആ ഒരു ഹവർലി ഇൻവേർഷൻ്റെ ലോവർ പോർഷനിൽ നിന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു മാസീവ് ഡ്രോപ്പ് തന്നു. ആ ഒരു മാസീവ് ഡ്രോപ്പ് എൻഡപ്പ് ചെയ്തത് ക്രിയേറ്റിംഗ് റിലേറ്റീവ് ഈക്വൽ ലോസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലിക്വിഡിറ്റി, അതായത് ഓഗസ്റ്റ് 6 ലിക്വിഡിറ്റി ഒരു ടിക്കിനെടുത്തിട്ട് ഈ ഒരു മേജർ ഡോളിലോട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, ഡെലിവറി ചെയ്തിട്ടില്ല. സോ ദാറ്റ് ആ ഒരു സംഭവം എന്താണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്, പ്രൈസ് ഷുഡ് നീഡ് ടു ഡെലിവർ ഇൻ ടു ദീസ് ലെവൽസ്. ഓക്കെ, സോ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് എന്ത് ചെയ്ത്, ഈ ഒരു ഡോളിനെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടിട്ടിട്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് നടത്തി. ആ പുൾ ബാക്ക് നടത്തിയ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രേക്കറുടെ ഈ ഒരു ഏരിയകളിലായിട്ടാണ് ഈ ഒരു ലെവൽസിനൊക്കെ പ്രൈസ് നല്ല രീതിക്ക് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടുന്ന് ഒരു റിയാക്ഷൻ തന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്വിയസ്ലി നമുക്ക് ഇത്രയും വലിയൊരു ഡ്രോപ്പ് തന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് ഒരു കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഒബ്വിയസ്ലി ഐ എം നോട്ട് ഗോയിങ് ടു ക്ലിക്ക് ബട്ടൺസ് ഓൺ ഹിയർ, ബിക്കോസ് നമുക്ക്
ആസ് ടു ദ പ്രോട്ടോകോൾ ഐ സിയുടെ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്. അത് നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ചാനലിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഐ സിയുടെ ലൈക്ക് ട്രേഡിംഗ് പ്രോട്ടോകോൾ, ദ ടൈം ആൻഡ് പ്രൈസ് തിയറി കാര്യങ്ങൾ, ഹിൻഡും കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ as a ICT chat you will know that why you should not to click buttons on here, because there is valid reasons. Okay, should not need to click buttons on here. Okay, സോ ഇതാണ് എൻ്റെ എന്താ പറയുക പ്രീ മാർക്കറ്റിലെ ഫ്രെയിം വർക്കും പിന്നെ അതിനുശേഷമുള്ള ഫ്രെയിം വർക്കും. സോ AM സെഷനിൽ ഞാൻ ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ടില്ല. ഐ വാസ് നോട്ട് ലുക്കിംഗ് ഇൻ ടു ദ മാർക്കറ്റ്. ഓക്കെ, സോ ഐ വാസ് റീഡിങ് ദ ഓർഡർ ഫ്ലോ. അപ്പോൾ ലൈക്ക് ഡയറക്റ്റ്ലി 1 മിനിറ്റിലോട്ട് നോക്കിയപ്പോൾ ലൈക്ക് ഇതായിരുന്നു AM സെഷൻ. AM സെഷനിൽ എന്ത് ചെയ്തു, വി ഹാവ് എൻജിനീയർഡ് സെൽ സൈഡ് ലിക്വിഡിറ്റി പെൻഡിങ് ദർ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, AM session was literally massive chop. Okay, that is a reason why you should need to avoid these price action. Okay, this time also. Okay, whether that condition happens. Okay, so നമുക്കിവിടെ എന്താ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AM സെഷൻ കൺസോളിഡേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമുക്ക് ലാസ്റ്റ് ഡിച്ച് മാക്രോ, whenever we have consolidation or choppiness on the AM session, we have a chance on the what last ditch macro. Okay, last ditch macro ൽ opportunity കിട്ടി. So I just tried to took shorts here. ഞാൻ ആക്ച്വലി പേപ്പറിലാണ് ഈ ഒരു ഷോട്ട് എടുത്തിട്ടുള്ളത്, വിച്ച് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഈ ഒരു ഷോട്ട് പോയിട്ടുള്ളത്. നമുക്കിവിടെ ES-നായിട്ട് ഇവിടെ ഒരു SMT ഉണ്ടായിരുന്നു, നമുക്കിവിടെ ഒരു ഹവർലി റിജക്ഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടുന്ന് പ്രൈസ് എന്ത് ചെയ്ത് റിജക്റ്റ് ചെയ്ത് എന്നിട്ടൊരു മാസീവ് ഡ്രോപ്പ് തന്നപ്പോൾ ആ ഒരു ഡ്രോപ്പിലുള്ളൊരു പുൾ ബാക്കിലാണ് ഞാൻ എൻട്രി എടുത്തിട്ട്, വിച്ച് മീൻസ് ഒരു 3 മിനിറ്റ്സിൻ്റെ ഒരു ഇൻവേർഷനിലാണ് ഞാൻ ബേസിക്കലി എൻട്രി എടുത്തത്. ഓക്കെ, സോറി 3 മിനിറ്റിൻ്റെ ഇൻവേർഷനിലല്ല, ഈ ഒരു എൻട്രി ആക്ച്വലി ഈ 3 മിനിറ്റ് എൻട്രി ആക്ച്വലി എനിക്ക് മിസ്സായി. ബട്ട് ഞാൻ അവിടെ ഫോം ചെയ്തിട്ടുള്ളൊരു OB ഉണ്ടായിരുന്നു, ആ ഒരു OB-യിലാണ് ബേസിക്കലി ഞാൻ എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ബേസിക്കലി എൻട്രി എടുത്തിട്ടുള്ളത്, ഈ ഒരു OB-യുടെ ഈ ഒരു പുൾ ബാക്കിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്സ് ഈ ഒരു ഹൈയിൽ കീപ്പ് ചെയ്തു. ദ റീസൺ വൈ ഐ നീഡ് ടു സീ ദിസ് ഏരിയ ഹാസ് ടു ബി എ ബ്രേക്ക് എവേ ഗ്യാപ്പ്. ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ പ്രൈസ് ഷുഡ് ഡെലിവർ ഇൻ ടു ദിസ് ഏരിയ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് മാസീവായിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് ദർ ഈസ് എ ഗ്യാപ്പ് ഓൺ ദ 5 മിനിറ്റ് ആൻഡ് 3 മിനിറ്റ്. സോ ഐ നീഡ് ടു സീ ദാറ്റ് ആസ് എ ബ്രേക്ക് എവേ ഗ്യാപ്പ്. ആൻഡ് പ്രൈസ് ഇവിടെ ഓൾറെഡി പുൾ ബാക്ക് നടത്തി ഇതൊരു സെക്കൻഡിലൊക്കെ അക്യുമുലേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തു. സോ യു ഷുഡ് നോട്ട് നീഡ് ടു ടേക്ക് ദിസ് ഹൈ ടു ഡെലിവർ ഇൻ ടു ദീസ് ലോസ്. ഓക്കെ, സോ ഇതായിരുന്നു ഇനീഷ്യൽ സെൽ സൈഡ്, ഇതായിരുന്നു എൻ്റെ മേജർ സെൽ സൈഡ് ഈ ഒരു ലോ. ഓക്കെ, സോ സ്റ്റിൽ ഓൺ ദ ലഞ്ച് മാക്രോ ഓൾസോ ദ പ്രൈസ് ഡിഡിൻ ഡെലിവർ ഇൻ ടു ഇറ്റ്. ഓക്കെ, ഞാൻ പേപ്പറിലാണ് ട്രേഡ് എടുത്തത്, ഇവിടെ എൻ്റർ ചെയ്തു, എൻ്റെ സ്റ്റോപ്സ് ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് 3 PDRs ഇൻവാലിഡേറ്റ് ചെയ്താലാണ് നമ്മളെ ട്രേഡ് ഇൻവാലിഡ് ആവുക. ഓക്കെ, സോ ദിസ് വാസ് മൈ ലാസ്റ്റ് PDR. അവിടുന്ന് പ്രൈസ് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അതായത് ഒരു PDR എന്ന് പറയുന്നത് ഈ ഒരു CB ആയിരുന്നു, രണ്ടാമത്തെ PDR ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു, മൂന്നാമത്തെ PDR എന്ന് പറയുന്നത് ഈ ഒരു വിക്കിൻ്റെ കോൺസ്റ്റന്റ് ക്രോഷ്മെന്റ് ലെവലായിരുന്നു. സോ 3 PDR, മൂന്നാമത്തെ PDR ഹെൽപ്പ് മൈ ട്രേഡ്. ഓക്കെ, സോ ഇവിടുന്ന് റിജക്റ്റ് ചെയ്തു, മാർക്കറ്റ് ലോവർ വന്നു, സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, വീണ്ടും പുൾ ബാക്ക് എടുത്തി. സോ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് പാർഷ്യൽ ബുക്ക് ചെയ്തു, എന്നിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്തു, എൻ്റെ ബ്രേക്ക് ഇവൻ അടിച്ചു. ഓക്കെ, സോ സ്റ്റിൽ ഇവിടെ ഉള്ളൊരു ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. മാർക്കറ്റ് ഒരുപാട് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ആണ്. ആ ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ഇവിടെ ടേക്ക് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, ചോപ്പ് ചെയ്ത് ലൈക്ക് ദിസ് വാസ് എ ഗ്രേറ്റ് എൻട്രി, ബട്ട് മാർക്കറ്റ് ഈസ് നോട്ട് ഷോയിങ് ടു ഡെലിവർ ഇൻ ടു ദീസ് ലോസ്. ഓക്കെ, സോ ഐ തോട്ട് ദ PM സെഷൻ വിൽ ഡെലിവർ ഇൻ ടു ദീസ് ലോ. ഓക്കെ, ഞാൻ വിചാരിച്ചു PM സെഷൻ ആയിരിക്കും ഈ ഒരു ലോസിലോട്ട് ഡെലിവർ ചെയ്യാന്നുള്ളത്. സോ മാർക്കറ്റ് വീണ്ടും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റ് ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് ക്രിയേറ്റിംഗ് ദ ലിക്വിഡിറ്റി, മാർക്കറ്റ് ഈസ് ക്രിയേറ്റിംഗ് ദ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ലോ റെസ്റ്റിംഗ് ആണ്, ആ ഒരു August 6 ലോ റെസ്റ്റിംഗ് ആണ്, ഈ ഒരു ലോ റെസ്റ്റിംഗ് ആണ്, ഈ ഒരു ഗ്യാപ്പ് മെയിൻ ഗ്യാപ്പ് ഈസ് റെസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു, PM സെഷനൊക്കെ ആവാനായപ്പോഴത്തേക്കും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു പുൾ ബാക്ക് ചെയ്തു. ആ ഒരു പുൾ ബാക്ക് ചെയ്തത് ആക്ച്വലി മുന്നേ AM സെഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഒരു CB-ലോട്ടാണ്, ഈ ഒരു സ്മോൾ CB വിച്ച് മീൻസ് എ ബ്രേക്ക് എവേ ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് എവേ ഗ്യാപ്പിലോട്ടാണ്. ബ്രേക്ക് എവേ ഗ്യാപ്സ് ആവാതെ ഫ്യൂച്ചർ ഗ്യാപ്സ് ആണ് ബ്രേക്ക് എവേ ഗ്യാപ്സ്. അതായത് ബ്രേക്ക് എവേ ഗ്യാപ്സ് അൺമിറ്റിഗേറ്റഡ് ആവാത്ത ഗ്യാപ്സ് എന്താണ്, ഒരു ഫ്യൂച്ചർ ടാർഗറ്റും ഫ്യൂച്ചർ എൻട്രി ക്രൈറ്റീരിയ പോയിൻറ്റും കൂടിയാണ്. സോ ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നു. ആ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു അവിടെ നിന്നുള്ള റിയാക്ഷൻ. ഓക്കെ, ഒബ്സർവ് ചെയ്തു. എന്നിട്ട്
പ്രൈസ് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഓർഡർ ഫ്ലോ റീഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനെ ഞാനൊന്ന് ഇൻവേഴ്സ് ചെയ്തിട്ട് ഒന്ന് നോക്കി അവിടെ നിന്നുള്ള റിയാക്ഷൻ എങ്ങനെയാണ്. പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്. ലൈക്ക് എനിക്ക് പ്രൈസ് സെൽ സൈഡിലോട്ട് ഡെലിവർ ചെയ്യാനായിട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സീ ദിസ് ഗ്യാപ്പ് ഹാസ് ടു ബി ഇൻവേഴ്സ്ഡ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിൻ്റെ മുകളിലോട്ട് പ്രൈസ് പോകണ്ട. ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ഇതാണ് പ്രൈസിന് പ്രീമിയം ആയിട്ടുള്ള ഒരു ലെവൽ. ദിസ് ഈസ് എ ഗ്രേറ്റ് ഇൻഎഫിഷ്യൻസി ആൻഡ് പ്രൈസ് ഷുഡ് നോട്ട് നീഡ് ടു ലൈക്ക് ഈ ഒരു ഗ്യാപ്പിനെ ഫെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്ത് ചെയ്തു, ഇവിടെ ഒരു ബിസി ഉണ്ടായിരുന്നു, അതിനെ ലൈക്ക് ഒന്ന് ഗ്രേഡ് ചെയ്തു. ഓക്കെ, പ്ലോട്ട് ചെയ്തു, എന്നിട്ട് പ്രൈസ് റെസ്പെക്ട് ചെയ്തു, എന്നിട്ട് മുകളിലോട്ട് ഒരു അപ്പ് സൈഡ് പുൾ ബാക്ക് നടത്തി. ആ ഒരു പുൾ ബാക്ക് എൻ്റെ ഈ ഒരു വിക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവലിലാണ്. ഓക്കെ, സോ അവിടുന്ന് എൻ്റെ ചെയ്തു, പ്രൈസ് ഷിഫ്റ്റ് തന്നു. ആ ഒരു ഷിഫ്റ്റിലാണ് ആക്ച്വലി ഞാൻ എൻ്റർ ആയത്. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് പി ഡി ആറിൻ്റെ പ്രൈസ് റെസ്പെക്ട് ചെയ്തു, അപ്സൈഡിലോട്ട് പോയി, പ്രീമിയത്തിലുള്ള ഒരു പ്രൈസിൽ നിന്ന് റിജക്ഷൻ കാണിച്ചു, വിച്ച് മീൻസ് എ സി ബി ആൻഡ് ദിസ് വിക്സ് മിഡ് പോയിൻറ്റ്. ആൻഡ് അവിടുന്ന് ഒരു ഷിഫ്റ്റ് തന്നപ്പോൾ ആ ഒരു ഷിഫ്റ്റിലാണ് എന്ത് ചെയ്തത്, 1 മിനിറ്റിൽ പോയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ, 1 മിനിറ്റിൽ ഈ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിലാണ് ഞാൻ പേഴ്സണലി എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു എൻട്രി നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറിയിലാണ് ഞാൻ എൻട്രി നടത്തിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്സ് ഞാൻ ഈ ഒരു ബ്രേക്ക് ഗ്യാപ്പിലാണ് വെച്ചത്. ഓക്കെ, ഈ ഒരു ബ്രേക്ക് ഗ്യാപ്പിൻ്റെ ഏകദേശം ഒരു ഹൈ ലെവലിലൊക്കെയാണ് ഞാൻ വെച്ചത്. കാരണം നമുക്ക് സെൽ സൈഡ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് സീ ദിസ് ഗ്യാപ്പ് ഹാസ് ടു ബി ടേക്കൺ. ഓക്കെ, എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ഞാൻ ഓർഡർ ഫ്ലോനെ റീഡ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ലോട്ട് ഓഫ് സിഗ്നേച്ചേഴ്സ് ആർ ലൈക്ക് ഇതിനകത്തുണ്ട്. ഓക്കെ, സോ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഐ തിങ്ക് ദർ ഇസ് എസ് എം ടി ലൈക്ക് സംതിങ് എക്സ് എം ടി ലൈക്ക് ദിസ്. ഞാൻ എസ് എം ടി അങ്ങനെ നോക്കിയില്ല ഈ ഒരു ട്രേഡിൽ. ഓക്കെ, എന്നിട്ട് പ്രൈസ് ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി വന്ന് എൻ്റെ എൻട്രി ഇവിടെ ഞാൻ പോയി. ഓക്കെ, എൻ്റെ എൻട്രി ഞാൻ ഇവിടെ എടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് എക്സിക്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ഐ ഗസ് മൈ പീനൽ കാണില്ല, സോറി. ഓക്കെ ഓക്കെ സോ ഈ ഒരു ക്യാൻഡിൽ എൻ്ററായി. ഈ ഒരു റിയാക്ഷൻസ് നോക്കി ഞാൻ ജസ്റ്റ് പ്രൈസിൻ്റെ ആ ഒരു ഡെലിവറി റിയാക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ലൈക്ക് ഐ സി ടിയുടെ എന്താ പറയുക പ്രൈസിൻ്റെ റിയാക്ഷൻസും കീ ലെവൽസും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ലൈക്ക് ഹൗ ദ സാൽഗോ ഈസ് റെസ്പെക്ടിങ് ദീസ് ലെവൽസ്. ഓക്കെ, സോ ഞാനിവിടെ എൻ്ററായി. ഓക്കെ, ആൻഡ് ദ പ്രൈസ് റിജക്റ്റഡ് ഫ്രം ദിസ് ഈ ഒരു വിക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവലിൽ ദ ബോഡീസ് ഇതിൻ്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള വിക്സ് ആർ ഡൂയിങ് ദ ഡാമേജ്. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അവിടുന്ന് ലൈക്ക് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു വിക്കിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ടാപ്പ് ചെയ്തു, പ്രൈസ് വീണ്ടും റിജക്റ്റ് ചെയ്തു. ഓക്കെ, സോ ദീസ് ആർ ദ ലെവൽസ് വിച്ച് ഐ ആം ലുക്കിംഗ് ടു റീഡ് മൈ ഓർഡർ ഫ്ലോ. ഓക്കെ, ഈ ഒരു ലെവൽസാണ് ഞാൻ എൻ്റെ ഓർഡർ ഫ്ലോ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീസ് ലെവൽ ഷോസ് മീ ദ പ്രൈസ് റെസ്പെക്ടിങ് വെരി റെസ്പെക്ട്ഫുള്ളി. ഓക്കെ, സോ ഈ ഏരിയകളിൽ നിന്നൊക്കെ പ്രൈസ് റെസ്പെക്ട് ചെയ്തു, വളരെ നല്ല രീതിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ലോവർ സൈഡിലോട്ട്. എന്നിട്ട് ഐ ഹാവ് സോൺ ദിസ് ഈ ഒരു ഇൻവേർഷൻ, ഈ ഒരു ഗ്യാപ്പിനെ പ്രൈസ് ഇവിടെ ഇൻവേഴ്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് നേരെ പോയിട്ട് യു നോ ദ ലോജിക് റൈറ്റ്. ഈ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടിലുള്ളൊരു ഗ്യാപ്പിൽ നിന്ന് നമുക്കൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഗ്യാപ്പിൽ നിന്ന് പ്രൈസ് റിയാക്ഷൻ തന്നു, വിച്ച് മീൻസ് ഈ ഒരു പോർഷൻ. ഓക്കെ, ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ഗ്യാപ്പിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയ വരെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു ഗ്യാപ്പിന് ഈ ഒരു ഏരിയ വരെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ബാക്കി അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ആ ഏരിയയിലോട്ട് ഒബ്വിയസ്ലി മാർക്കറ്റ് വന്നു, അവിടെ നിന്നുള്ള റിയാക്ഷൻ തന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഹാവ് ഗോൺ ടു ടേക്കൺ എന്ത് ലൈക്ക് ഒരു ഷോർട്ട് ടേം ബൈ സൈഡ് ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്യാൻ പോയി. ഓക്കെ, ഷോർട്ട് ടേം ബൈ സൈഡ് ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്തു. സ്റ്റിൽ യു ഷുഡ് നീഡ് ടു ലൈക്ക് ഇങ്ങനത്തെ ഏരിയകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പാർഷ്യൽസ് ബുക്ക് ചെയ്യുക. whenever you are trying to take a trade, you should need to take partials on the discount and mitigated BCs. Okay, അപ്പോൾ ഈ ഒരു ലൈക്ക് ഐ വാസ് 100 ടു ലൈക്ക് ഞാൻ 100% ഉറപ്പിരുന്ന പ്രൈസ് ഈസ് ഗോയിങ് ടു ഹിയർ. സോ ഐ ഡോണ്ട് ലൈക്ക് ഐ വുഡ് ലൈക്ക് ടു ടേക്ക് എ പാർഷ്യൽ. പക്ഷേ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും മിനിമലായിട്ടുള്ള റിസ്ക്കിലാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി പ്രീ മാർക്കറ്റ്സിൽ ട്രേഡ് ചെയ്തുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു റിസ്ക് മോർ ഇൻ ദിസ് ട്രേഡ്. അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ലൈക്ക് ആസ് ടു മൈ പ്രോട്ടോക്കോൾ ഐ നീഡ് ടു ഡൂ മൈ തിങ്സ്. ഓക്കെ, ഞാൻ എൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാൻ ഏറ്റവും മിനിമലായിട്ടുള്ള റിസ്ക്കിലാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ. സോ ഐ തിങ്ക് ലൈക്ക് ഷുഡ് നോ നീഡ് ടു ടേക്ക് എനി പാർഷ്യൽസ് ആൻഡ് ടാർഗറ്റ് ടു ദീസ്. ലൈക്ക് ഞാൻ 1-2 കോൺട്രാക്ട്സ് ആണ് ഇവിടെ സെൽ ചെയ്തിട്ടുള്ളത്. സോ അത് പാർഷ്യൽ എടുക്കാൻ ഇനി ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളി ടാർഗറ്റ് വെച്ചത്. ഓക്കെ, ഡിസ്കൗണ്ട് പിസിലോട്ട് വന്നു, പ്രൈസ് എന്ത് ചെയ്തു, ഒരു ഷോർട്ട് ടേം ബൈ സൈഡ് ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്തു. വിച്ച് ലൈക്ക് ഒബ്വിയസ്ലി പ്രൈസ് ഒരു ഡിസ്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ബൈ സൈഡ് ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും ഡെലിവറി ചെയ്യും. ദാറ്റ് ഈസ് ദ ഹൗ ദ ഇബ്ഡ വർക്ക്സ്. ഓക്കെ, സോ
ഈ ഒരു ഏരിയനെ ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻവേർഷൻ്റെ ലോവർ പോർഷനിൽ നിന്നാണ് പ്രൈസ് എന്ത് ചെയ്തിട്ടുള്ളത്, റിജക്റ്റ് ചെയ്തിട്ടുള്ളത്. ആസ് യു ക്യാൻ സി ഹിയർ ലോവർ പോർഷനിൽ നിന്നാണ് പ്രൈസ് മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ദ ഡെലിവറി ഈസ് ദ പ്രൈസ് ഹാവ് റിജക്റ്റഡ്. പിന്നെ ഈ ഒരു കോൺസെൻട്രേഷൻ ലെവലിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഈ ഒരു ഗ്യാപ്പിനെ ഡിസ്പ്ലേസ് ചെയ്ത് പുൾ ബാക്ക് തന്ന് ഈ ഒരു ഡിസ്കൗണ്ട് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള പോർഷനിലും ബാലൻസ് ചെയ്ത് വീണ്ടും പുൾ ബാക്ക് എടുത്ത് ഷോർട്ട് ടേം ബൈ സൈഡ് ടേക്ക് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് സ്റ്റിൽ ദ പ്രൈസ് ഇസ് റിജക്റ്റിംഗ് ദിസ് ഇൻവേർഷൻ്റെ ലോവർ പോർഷനിൽ നിന്ന് എന്നിട്ട് വളരെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്ത് ആൻഡ് ദർ ഇസ് എ സെക്കൻഡ് എൻട്രി ഓൾസോ ഓൺ ദ നെക്സ്റ്റ് മാക്രോ. ഓക്കെ, ഇന്നെന്തോ ഇന്നത്തെ ലൈവ് സെഷനിൽ ആരോ മാക്രോസ് ഡസിൻ വർക്ക് എന്ന് പറഞ്ഞ്. സോ ലുക്ക് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, ഈ രണ്ട് ട്രേഡ് മോഡലും മാക്രോയിലാണ് വർക്ക് ചെയ്തേക്കുകയാണ്. ഇതും മാക്രോയിലാണ്, ഇതും മാക്രോയിലാണ്. മാക്രോയിൽ എന്ത് ചെയ്തു 150 210 മാക്രോയിൽ മാനിപ്പുലേഷൻ നടത്തി ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി തന്നു, പുൾ ബാക്ക് തന്നു OBയിലോട്ട്. എന്നിട്ട് എന്താണ്, ഇതും ഒരു സെക്കൻഡ് എൻട്രി ആണ്. Keeping your stops right above here and you can easily target for this. Since I have taken one entry, I don't want to take any more entries right there. So ഇതായിരുന്നു ട്രേഡ്. സോ ടാർഗറ്റിംഗ് ദിസ് ലോ. ഈ ഒരു PM സെഷനിൽ ഈ ഒരു ട്രേഡ് എടുക്കാൻ കാരണം AM സെഷൻ ഹാസ് നോട്ട് ഡൺ ദിയർ ജോബ്. ഓക്കെ, AM സെഷനിൽ നോർമലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഐ ഹാവ് ഷോർട്ട് ഓൺ ഹിയർ. കാരണം PM സെഷൻ വിൽ ഡെലിവർ ഇൻ ടു ഇറ്റ്. മെയിനായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് റാൻഡം ആയിട്ടൊന്നും ചെയ്ത് പോകത്തില്ല. ദേ വിൽ ക്രിയേറ്റ് ഹിൻസ്. ഓക്കെ, അവർ ഓരോ ഹിൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോ അണ്ടർസ്റ്റാൻഡ് ടു റീഡ് ദാറ്റ് ആൻഡ് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടു ടേക്ക് ദീസ് ട്രേഡ്സ് ഓൾസോ. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ട്രേഡ് ലോജിക് ആൻഡ്